12 വയസ്സുള്ള മകൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന അമ്മയും അമ്മൂമ്മയും. കൊല്ലപ്പെട്ടത് മണികണ്ഠൻ എന്ന അനന്തു. 2016 ഡിസംബർ 27 അനന്തുവിനെ സ്വന്തം വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഈ 13 വയസ്സുള്ള കൊച്ചൻ ചാവണമെങ്കിൽ തീർച്ചയായിട്ടും കൊലപാതകം തന്നെയാണ്. അഥവാ അവൻ തൂങ്ങിയെങ്കിൽ ആ തൂങ്ങുന്നതിന് വളരെ വ്യക്തമായ കാരണം ഇവനെ മാനസികമായിട്ട് ഈ അമ്മൂമ്മ തള്ളയും പ്രേരിപ്പിച്ചതുകൊണ്ടായിരിക്കാം തൂങ്ങിയത്. ഇപ്പം മൂത്തേനെ വളർത്താൻ കൊടുത്തില്ല, വളർത്തിയിട്ട് കൊന്ന അവൻ്റെ കേട്ടാണ്. ഇനി ഇളയിന് അവിടെ സംരക്ഷണം വെച്ചാൽ കൊല്ലത്തില്ലെന്നത് ഉറപ്പുണ്ട്. സാധാരണ പെറ്റ തള്ളയുടെ എക്സ്പ്രഷൻ അല്ല അവരുടെ മുഖത്ത് കണ്ടിരിക്കുന്നത്. മണികണ്ഠൻ ഒരിക്കലും സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല, എനിക്കതേ പറയുന്നുള്ളൂ. ഒരിക്കലും ചെയ്യത്തില്ല. മണികണ്ഠൻ എന്നാണ് ഓമനപ്പേര്, ചെല്ലപ്പേരാണ് ഞങ്ങൾ വിളിക്കുന്ന. മണികണ്ഠനായിരുന്നു. മണികണ്ഠനെ പോലെ ഇരിക്കുമായിരുന്നു അവന്. അതാണ് എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. ഈ കുഞ്ഞ് നല്ലൊരു പ്രകൃതവും വീട്ടിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്ന തരത്തിൽ 13 വയസ്സേ ഉള്ളെങ്കിലും നല്ലൊരു പ്രകൃതത്തിലേക്ക് വന്നു. പുറത്തുള്ള ഒരാളുമായിട്ട് അങ്ങനെ കൂട്ടുകൂടി നടക്കാനോ അല്ലാത്തതിനോ ഒന്നും അവനങ്ങനെ പോവില്ല. അവൻ എപ്പോഴും അവൻ്റെ ഇളയ കുഞ്ഞുണ്ട്, ഇളയ മോനുണ്ട്, 4 വയസ്സാണ്. അവനെയും കൊണ്ടാണ് നടക്കുന്നത്. ഇല്ല കങ്കാരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ സൈക്കിളെ വെച്ചിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലാതെ തിരിച്ചൊരു ഇപ്പോഴത്തെ പിള്ളേർ കുരുത്തക്കേടില്ലേ, അങ്ങനെ ഒരു കുരുത്തക്കേടില്ലാത്ത കുട്ടി. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു. ബാലസഭ പ്രവർത്തനമായിട്ട് നമുക്ക് പഞ്ചായത്തിൽ വരുമ്പോഴേ അവൻ്റെ കഴിവിനെക്കുറിച്ച് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ പാട്ട് പാടാനായാലും അല്ലാതെ എന്തെങ്കിലും ആക്ടിവിറ്റി കാണിക്കാനായാലും ഒക്കെ മുൻപന്തിയിലായിരുന്നു അനന്തു. വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി സേവനം ചെയ്യണമെന്നും പട്ടാളത്തിൽ ചേരണമെന്നും ഒക്കെയായിരുന്നു അനന്തുവിന്റെ സ്വപ്നങ്ങൾ. പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹത്തോടെ ജീവിച്ച 12 വയസ്സുള്ളൊരു കുട്ടി എന്തിന് ആത്മഹത്യ ചെയ്യണം? അവൻ സ്വയം പറയുമായിരുന്നു അവന് പട്ടാളത്തിൽ പോകണം, നല്ല രീതിയിൽ പട്ടാളത്തിൻ്റെ നല്ല പോസ്റ്റിലിരുന്ന് നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ, നാടിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം, ഒരിക്കലും നമ്മൾ വേണ്ടാത്ത ഒന്നും ചിന്തിക്കരുതെന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമോ സാറേ? ഒരു ജനലിൻ്റെ 3ാമത്തെ പടിയിലാണ് തൂങ്ങി നിന്നെന്ന് പറയുന്നത്. പക്ഷേ ഈ തൂങ്ങി നിന്നത് അയലത്തുകാരോ അല്ലെങ്കിൽ പ്രദേശവാസികളോ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞ് മറിഞ്ഞു വീണാൽ പോലും അയലത്തുകാരെ ഓടിവായോ എന്ന് വിളിച്ചു പോകുന്ന കൂട്ടരാണ് ഇവിടെ ഈ നാട്ടിലുള്ളത്. ഇത് പിന്നെ ഒരു മനുഷ്യൻ പോലും അറിയാതെ ആ കുഞ്ഞിനെ കാറിലിട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ 7 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു പയ്യനെ വിളിച്ചു വരുത്തി അവൻ കാർ ഓടിച്ച് ആ കുഞ്ഞിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് സംശയമുണ്ട്. ഇവിടെ നിന്ന് 13 കിലോമീറ്റർ ഉള്ള ഇവർ കൊണ്ടുപോയ ആശുപത്രി. ഈ ആശുപത്രിയിലോട്ട് ഹെഡ്ലൈറ്റ് വിട്ട് 4 ഇൻഡിക്കേറ്റർ ഇട്ട് പോയാൽ വെറും 13 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് എത്താവുന്നേ ഉള്ളൂ. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തെ കൊച്ചിനെ ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് രാത്രി ഞാൻ എമർജൻസി കേസിൽ എൻ്റെ കാറിനകത്ത് ഞാൻ കൊണ്ടുപോയതാണ്. വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ആശുപത്രി ചെന്നത്. ഈ ഡ്രൈവർ എന്ന് പറയുന്നത് ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവറാണ്. ഈ കൊണ്ടുപോയ വ്യക്തി വണ്ടി ജസ്റ്റ് ലൈറ്റായിട്ട് ഓടിക്കാൻ പറയുന്ന വ്യക്തിയാണ് പോട്ടെ വെറും പതുക്കെ പോയെന്ന് പറയാം. ഹെവി ഡ്രൈവറായിട്ടുള്ള വ്യക്തിക്ക് അറിയാം എങ്ങനെ ഒരു ആശുപത്രി കേസിന് വണ്ടി ഓടിക്കണമെന്ന്. ആ വ്യക്തി എങ്ങനെ 10-50 പേരെ ലേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇവർ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി എന്ന് പറയുന്നു. ആക്കിയതിന് ശേഷം ആ കൊണ്ടുപോയ ആ വ്യക്തി അത് ആരോ ഈ പാറക്കടവിലുണ്ടെന്ന് പറയുന്നത് അയാൾ ചെന്നാണ് ഇവള് ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് ഈ തള്ളയെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുന്നു. അജി എന്ന് പറയുന്ന ഈ കൂടെ പോയവൻ അവൻ ഈ സ്വന്തം തള്ളയായിട്ട് അവിധ ബന്ധമുള്ളവനാണ്. എൻ്റെ പെങ്ങൾ എന്നെ വിളിക്കും, കാരണം പെട്ടെന്ന് പോകാം, അനന്തുവിന് എന്തോ സംഭവിച്ചു. ഞാനും വിചാരിച്ചില്ല മരിച്ചതൊന്നും നമ്മൾ അറിയുന്നില്ല. ഞാനും പെട്ടെന്ന് ഓടി വന്നു. ഞാനും അവളും എൻ്റെ ഇളയ പെങ്ങളും മാമനും മാമിയും ഞങ്ങളെല്ലാം കൂടെ കൂടി കരുനാപ്പള്ളി ചെന്നപ്പോൾ തന്നെ ഇവരവിടെ കൊണ്ടിട്ടിട്ട് ഇവരൊന്ന് എസ്കേപ്പ് ആയി. കുറേ ആൾക്കാർ അവിടെ ഇവിടെ നിൽക്കുന്നല്ലാതെ ഇവരാരും അവിടെ ഇല്ല. കുഞ്ഞിൻ്റെ അമ്മയോ അമ്മമ്മയോ ആരും ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടില്ലെന്ന് ഇത് പറയുന്നിട്ട് അവർ എന്നിട്ട് ആ ചേച്ചി പറഞ്ഞ് ഒരു തുണി മേടിച്ചു തരാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ ദേഹത്തിലാക്കി. ഈ അമ്മമ്മത്തല്ല അതും പോലും മേടിച്ചു കൊടുത്തില്ല. അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഒരു കുഞ്ഞ് സ്വന്തം ചാട്ടി ചെന്നേ ചെയ്തു കളട്ടെ. പക്ഷേ ഒരു കരച്ചിലോ പിഴിച്ചിലോ ഒന്നുമില്ല. അവരൊരു നെവർ മൈൻഡ് അവിടെ നിന്ന് ആൾക്കാരോട് ഭംഗിയായിട്ട് രീതി ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുക. നിഷ മണികണ്ഠൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിഷ തിരിച്ചു മറുപടി പറഞ്ഞത്, അനന്തു നീ കേൾക്കുന്നില്ലേ, നീ പറഞ്ഞുകൂടെ ഇവരോടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേര് എന്തുണ്ടായാലും ഞാൻ പറഞ്ഞു, അനന്തു എങ്ങനെ പറയും, തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയിട്ട് അനന്തു എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നതെന്ന്. തിരിച്ച് ഞാൻ ചോദിച്ച മറുപടി അത് തന്നെയാണ്. ഈ അജി എന്ന് പറയുന്ന ഡ്രൈവർ ചെന്നാണ് കടയിൽ ചെന്ന് വിളിച്ചത്. അപ്പോൾ അവർ കാര്യം പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലല്ലോ, ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട്സിലെ മേഡോ അവിടെ സെയിൽസിലെ ഒരു പയ്യനും കൂടിയാണ് കൂടെ കൊണ്ടുവന്നത്. അവർ വന്നപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു, ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് അവർ ചോദിച്ചപ്പോഴും പറഞ്ഞു എന്ന് അവർക്ക് ബന്ധുക്കൾ ആരുമില്ല എന്ന്. അവർ വന്നപ്പോൾ ആരുമില്ല, ഈ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ അവരും കൂടിയാണ് ഇങ്ങനെ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് അവരാണ് ആദ്യം അവരകത്ത് കയറി നോക്കിയപ്പോൾ
ആ ബെഡ്റൂമിൻ്റെ ലോക്കും ഒന്നും ഇളകിയിട്ടും ഒന്നുമില്ലാന്ന് ആ മേഡം എന്നോട് പറഞ്ഞു. പിന്നെ കർട്ടനും കണ്ട് മാറ്റി നോക്കിയപ്പോൾ ഒരു ഷാളങ്ങാണ്ട് മുറിച്ച് പകുതി ലെവൽ ചെയ്ത് മുറിച്ചേക്കുന്ന രീതിയിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ജനലിൻ്റെ പൊക്കവും ഈ പിന്നെ കുട്ടിയുടെ പൊക്കവും വെച്ച് നോക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വന്നിട്ട് നമുക്ക് മനസ്സിലാവും. കിടന്നിട്ട് ജനലെ തൂങ്ങി ചത്തു എന്ന് പറയുന്നു. ആ ജനലിനെ അവർ വാതിൽ പഴുതിലൂടെ നോക്കിയപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ അതേ വാതിൽ പഴുതിലൂടെ ഞങ്ങൾ നോക്കിയപ്പോൾ വടക്കേ ഭിത്തിയാണ് കണ്ടത്. ആ ജനൽ കാണണമെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് ഒരു അലമാരി ഇരിക്കുന്നുണ്ട്, അവിടെ ഒരു മെത്ത കിടക്കുന്നുണ്ട്. ആ ജനലിൽ ഈ തൂങ്ങിച്ചത്തതായ യാതൊരു സാധനങ്ങളും ആ ജനലിലില്ല. ഒരു കയറ് പോലും ഒരു ഷോള് പോലും കെട്ടിയ പാട് അതിനകത്തില്ല, കെട്ടിയിട്ടില്ല. അത് തന്നെയല്ല, ഞങ്ങൾ ഈ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ചെന്ന സ്ത്രീകൾ ആരും ഈ എയർ സാഷയില്ല, ഈ കുറ്റിയിടുന്ന സാധനം അത് ഇളകിയ രീതിയിലല്ലായിരുന്നു. ഇവരൊക്കെ ചെല്ലുമ്പോൾ കുറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഒരുപാട് സമയം കിട്ടി തെളിവുകൾ മായ്ക്കാൻ, എന്ത് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഒരുപാട് സമയം കിട്ടി. കാരണം ഞങ്ങളാരും ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ശൂരാട് സ്റ്റേഷനിലെ പോലീസുകാർ വന്നിട്ട് അവിടെ നിന്ന് ചേച്ചിമാരെ എല്ലാം ആദ്യം ഇറക്കി. കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് ഒന്നിൽ തൂങ്ങി നിൽക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ആ വലിയ തള്ളയാകുമ്പോൾ അമ്മമാരെക്കാട്ടിലായിരിക്കും അമ്മമ്മ തള്ളമാർക്ക് ഒന്നുകൂടെ ഫീൽ ഉണ്ടാകുന്നത്. കൊച്ചുമക്കൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സ്ത്രീകൾ വിളിച്ചു പോയി പോകും. എന്ന് വെച്ചാൽ അയൽപക്കത്തുള്ള ഒരു ജീവി പോലും ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് ആരും അറിഞ്ഞില്ല. ഈ അമ്മുമ്മ തള്ള 9:30 സമയത്ത് വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ റബ്ബർ വെട്ടുകാരൻ അതിലെ വടക്കോട്ട് പോവാണ്. ഇവർ ഈ തൂങ്ങി എന്ന് പറയുന്ന സമയവും ഹോസ്പിറ്റലിൽ കൊടുത്ത സമയവും വെച്ച് നോക്കുമ്പം ആ സമയത്താണ് ഇവർ ഈ കട്ടളപ്പടിയെ നിൽക്കുന്നത്. കുഞ്ഞ് അവിടെ മരിച്ച് കിടക്കുമ്പോഴാണ് ഇവർ കട്ടളപ്പടിയെ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഇത് പറഞ്ഞില്ല ആ ചേട്ടനോട്? സാമാന്യ ബോധമുള്ളവർ എവിടോ വിജയ അങ്ങോട്ട് വന്ന് എൻ്റെ കൊച്ചുമോന് അനങ്ങുന്നില്ലെന്ന് പറയണ്ട, ഈ അമ്മുമ്മത്തുള്ള മിണ്ടിയില്ല. അനന്തു മരിച്ച ദിവസം ഞാനൊരു 4:30 ആയപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ കുഞ്ഞിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്താ സംഭവിച്ചത് അനന്തുവിന്? ഉടനെ അവൻ എന്നോട് പറഞ്ഞത്, അമ്മുമ്മ കയ്യേലടിച്ചു, കാലേലടിച്ചു, തോളേലടിച്ചു. എന്നിട്ട് അനന്തു അങ്ങ് ഉറങ്ങിപ്പോയി. അത്രയാണ് എന്നോട് സംസാരിച്ചത്. അമ്മൂമ്മ അടിക്കുന്നത് കൊണ്ട് അവൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ. അവൻ പറഞ്ഞ അമ്മൂമ്മ ഉത്തി, ചേട്ട ഒങ്ങി, മുഞ്ഞ് കഴുകി, പനി വെച്ച് ആശുപത്രി കൊണ്ടുപോയെന്ന്. മോനെ അന്നേരം ഞാൻ ചോദിച്ചു, ആരുണ്ടായിരുന്നു? അജിമാമനുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ഈ വടക്കേപ്പുറത്തിരുന്നും കൊണ്ട് എന്നോട് പറയുന്നു ഈ മരിച്ച ദിവസം. രാഷ്ട്രീയത്തിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും വിദേശത്തുള്ള ബന്ധങ്ങൾ കാരണം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നില്ല എന്നും ആരോപണമുണ്ട്. വിദേശ രാജ്യത്തെങ്ങോട്ടുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ അവരെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നുവെന്നും അതിന് ഈ കുട്ടികളെ രണ്ടുപേരെ ഒഴിവാക്കണമെന്നും, അപ്പോൾ സ്വാഭാവികമായി ഇളയ കുട്ടിയെയും അവരിനി ഒഴിവാക്കാൻ ശ്രമിക്കും. ഈ അമ്മമ്മ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും, 20ലധികം വിവാഹം അവർ കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസുകാരെന്നല്ല എല്ലാവരുമായിട്ടും അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ട്. കാരണം ഇവിടെ നിന്നുള്ളവരുമായിട്ട് വലിയ ബന്ധങ്ങളില്ലെങ്കിലും പുറത്തോട്ടൊക്കെ നല്ല ബന്ധങ്ങളുള്ള അത്തരത്തിലുള്ള ആൾക്കാരാണ് അവർ. അജി ഈ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛൻ്റെ കൂടെ എങ്ങാണ്ട് ജോലി ചെയ്യുമോ, ഇവിടുത്തെ അച്ഛൻ കല്ലുമല ജോലി ചെയ്യുന്നിട്ട് ഡ്രൈവർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അച്ഛൻ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുകയോ കാര്യം അങ്ങനെ പരിചയപ്പെട്ടത്. ആ പരിചയമാണ് പരിചയപ്പെട്ട് പല അവിഹിത ബന്ധങ്ങളുണ്ടാക്കി മൂത്ത ആളെ ഡിവോഴ്സ് ആയിട്ടില്ല. മൂത്ത ആളുടെ വൈഫുമായിട്ടും വേണമെങ്കിൽ വൈഫും കൊച്ചും വൈഫിൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഈ രണ്ടാമത്തെ ഈ ഇളയാളുടെ കൊച്ചു മരിച്ച അതും ഇതുപോലെ പല ബന്ധങ്ങളുണ്ടായി. പിന്നെ അവർ ഡിവോഴ്സ് ചെയ്തു പോയി. രാവിലെയുള്ള അടിമപ്പണികളെല്ലാം ചെയ്തതിന് ശേഷം അനന്തുവാണ് അമ്മയെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നത്. സംഭവ ദിവസം മാത്രം അമ്മ ഒറ്റയ്ക്കാണ് പോയത്. അന്ന് എന്തുകൊണ്ട് അനന്തുവിനെ അവർ കൂടെ കൂട്ടിയില്ല? ഇവിടെ നിന്നുമാണ് സംശയങ്ങളുടെ ഒരു നീണ്ട നിര ആരംഭിക്കുന്നത്. എളുപ്പം കാലത്ത് ഇറങ്ങി അവൻ ഓടാൻ പോകും. ഓടിയിട്ട് വന്ന് ആ വീട്ടിലെ പണി മൊത്തം ഒരു അടുക്കളക്കാരിയെ പോലെ അവൻ ചെയ്യും. ഒരു കുഞ്ഞിനെ വളർത്തി ഇത്രയും ദിവസമായി അവൾ അറിഞ്ഞിട്ടില്ല. ആ കുഞ്ഞിനെ വളർത്തിയത് അവനാ, ഒരമ്മയെ പോലെ. അവനവിടെ നിന്ന് എന്തിനാണെന്നറിയാമോ? 5 വയസ്സ് തികയുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോരാൻ. കാരണം മിടുക്കനായ കുട്ടി, വീട്ടിൽ 2 പേരുടെ ജോലി. ഈ സ്ത്രീകളാണെങ്കിൽ കുട്ടിയെ കൊണ്ട് അവിടെ ചീനിയാലും നടന്ന് മുട്ടൻ കുന്താലികൾ കൊണ്ടുവച്ച് കിളപ്പിച്ചാണ് ഈ കൃഷികളൊക്കെ അതിനെ കൊണ്ട് ചെയ്യിക്കും. ഈ അമ്മയുടെയും അമ്മൂമ്മയുടെയും കുട്ടികളെയൊക്കെ തുണി കഴിക്കുക, മീൻ വെട്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ ജോലികളും ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടി നടക്കാൻ പോകും കുറേ സുഹൃത്തുക്കളുമായിട്ട്. ആ ദിവസം നടക്കാൻ പോയിട്ടില്ല. പാല് വാങ്ങാൻ എല്ലാ ദിവസവും വരുന്ന ഈ കുട്ടിയാണ്. അന്ന് പാല് വാങ്ങാൻ വന്നിട്ടില്ല. കുറച്ച് ദിവസങ്ങളിലായി ഈ അമ്മയെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് തൊടിയൂരോ KCT ജംഗ്ഷനിലോ കൊണ്ടുവിടുന്നത് ഈ കുട്ടിയാണ്. അന്നത്തെ ദിവസം ഈ കുട്ടി കൊണ്ടുവിടാൻ പോയിട്ടില്ല. ഈ അമ്മ ഒറ്റയ്ക്കാണ് സ്കൂട്ടർ ഓടിച്ച് പോയത്. കൊലപാതക കേസുകളിലെ പ്രതികളുടെ വീട്ടിൽ കയറി ചായയും പലഹാരവും കഴിച്ച് സ്നേഹ സംഭാഷണം നടത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കലാണോ സർ ഇപ്പോഴത്തെ പുതിയ അന്വേഷണ രീതി? ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉന്നത തലങ്ങളിൽ ആരൊക്കെയോ ഉണ്ട്. ഓരോ ജീപ്പിലും വന്നിറങ്ങുന്ന ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അയ്യോ കൊച്ചാട്ടൻ വന്ന്, അയ്യോ ഇച്ചായി വന്ന്,
ഇത് തന്നെ എന്ന് വെച്ചാൽ ഓരോ ഉദ്യോഗസ്ഥരിലും ഓരോ വണ്ടിയിലും വരുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഇവരെ അറിയപ്പെടുന്ന ആരോ ഒന്നുണ്ട്. അവർക്ക് ഏത് തരത്തിൽ എവിടം വരെ പോകാനും അവർക്ക് ഉന്നത തലത്തിൽ ആളുകളുണ്ട്. ഈ കേസ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിലെ അതിസമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനെയാണെന്നാണ് അറിയുന്നത്. കൊച്ചിന്റെ അമ്മൂമ്മ തള്ളയും കൊണ്ട് പരാതിയായിട്ട് ഞങ്ങൾ DYSP ചെന്ന് കണ്ടപ്പോൾ DYSP ആദ്യം പറഞ്ഞ എന്താണ്, എങ്ങനെ ഈ ഷൗക്കത്തിന്റെ കയ്യിൽ കേസ് ചെന്ന് പുള്ളിക്കാൻ അതിശയം. കാരണം പുള്ളി അന്വേഷിച്ചിട്ടുള്ള കേസ് ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല. പോലീസ് സേവനത്തെ പറ്റി നാട്ടുകാർക്കുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. പോലീസുകാർ അന്ന് വന്ന് കുറേ ജാടയും പദ്ധതിയൊക്കെ കാണിക്കല്ലാതെ പിന്നെ അതിൻ്റെ ഒരു അന്വേഷണമോ ഒരു സൂചനയോ ഒന്നും ആർക്കും കൊടുക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ അത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പോലും ഇവളുമാരിൽ ആരെങ്കിലും ഒരാളെ അമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെ ചൂനാട് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അവരെ സഹായിക്കാൻ തന്നെ പല ആൾക്കാരും അവിടെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ ആക്ഷൻ കൗൺസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയും എന്നാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും കഴിയാതെ ഞങ്ങളുടെ മൊഴിയെടുക്കാൻ DYSPക്ക് കൊടുത്ത പരാതിയിൽ മേൽ ഞങ്ങൾക്ക് മൊഴിയെടുക്കാൻ വന്നിട്ട് ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. മൊഴി കൊടുക്കാൻ വന്നവരെ എന്നാണ് ഏതാണെന്നും പറഞ്ഞ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. ചൂനാട് സ്റ്റേഷനിൽ 2 മൊബൈൽ ഫോൺ ഇരിക്കും. എന്നോട് പറഞ്ഞു അവരുടെ മൊബൈൽ ഫോൺ അതല്ല ഞങ്ങൾ മേടിച്ചു തന്നു. അത് അവരുടെ മൊബൈലൊന്നുമില്ല, വർഷങ്ങളായി അവൾ ടച്ചിൻ്റെ മൊബൈൽ ഉപയോഗിക്കും. അത് ആ കടയിൽ ചോദിച്ചറിയാം അവൾ അന്ന് ഉപയോഗിച്ച മൊബൈൽ ഏതാണ്. ഇവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് കൊടുത്ത ഫോണുകളൊന്നും ഇവർ ഉപയോഗിച്ചതല്ലെന്ന് ആളുകൾ പറയുന്നു. മറ്റിവിടെ ആളുകളെ പലരെയും വിളിച്ചിട്ടുള്ള നമ്പരുമായിട്ട് ഇതിന് ബന്ധമില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് തയ്യാറാവുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ജോലി ചെയ്ത കടയിൽ പോയി അന്വേഷിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ വെച്ച് ഈ മരിച്ച കുട്ടിയുടെ അമ്മമ്മത്തള്ളയോട് പറഞ്ഞു എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന ആളുകൾ പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്, അവനോടൊന്നും പറയരുത്, അവനുമായിട്ട് വഴക്കിടരുത്, നിങ്ങളോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുന്നില്ല. ഇവൾ ചെന്നപ്പോൾ മുതൽ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ പറയല്ലേ എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് ആ കടയിൽ ചെന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ ഈ SI യോട് പറഞ്ഞു. എന്നും യൂണിഫോം കൊണ്ട് പോകുന്ന അന്ന് ദിവസം യൂണിഫോം ഇല്ലാതെ പോയി. എന്നിട്ട് കടയിൽ നിന്ന് ഒരു പഴയ യൂണിഫോം എടുത്ത് ധരിച്ച് സ്വയം ചെയ്തതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്തണമെന്ന് പറഞ്ഞ് നമ്മുടെ ജനങ്ങളെല്ലാം കൂടെ പോലീസിനെ വളഞ്ഞായിരുന്നു. അന്നേരം പറഞ്ഞേക്കുന്നത് പിന്നെ നിങ്ങൾ എന്ത് ഇതായാലും ശരി നിങ്ങളുടെ പക്ഷത്ത് തന്നെ നിൽക്കുക, ഇത് എന്ത് കാരണമായാലും ഞങ്ങൾ കണ്ടുപിടിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നത്. പക്ഷേ ആ ഉറപ്പ് ഇതുവരെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇവിടുന്ന് താമസം വരെ ഇപ്പം പോലീസിൻ്റെ അറിവോടുകൂടി മാറ്റുകയുണ്ടായി. നിങ്ങൾ കരുനാഗപ്പള്ളി ആശുപത്രിയിലെ CCTV ക്യാമറ പരിശോധിച്ചാൽ തന്നെ അന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാവും. പക്ഷെ പോലീസ് ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് നടപ്പായില്ലെങ്കിൽ എന്തിനാ ഈ പോലീസുകാർ? അനന്തുവിന്റെ അച്ഛൻ വിദേശത്ത് ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യങ്ങളും വാഹനങ്ങളുമെല്ലാം അമ്മയും മകളും ചേർന്ന് കൈക്കലാക്കി. തന്റെ മക്കളെ ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ വിവാഹബന്ധം വേർപിരിഞ്ഞ് കഴിയുകയാണ് ഇവരിപ്പോ. ഡ്രൈവർ എന്ന പേരിൽ ആ വീട്ടിൽ സഹായ സേവനങ്ങൾ ചെയ്ത വ്യക്തിക്കും ഈ മരണത്തിൽ പ്രധാന പങ്കുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ അമ്മയും മകളും എന്ന് പറഞ്ഞാൽ വഴിവിട്ട കുറേ ബന്ധങ്ങളും വഴിവിട്ട രീതിയിലുള്ള പോക്കുമാണ്. അപ്പോൾ 2 വർഷമായി അവളുടെ ഭാര്യയും ഭർത്താവിടെ ബന്ധം ഒഴിഞ്ഞിട്ട് 1.5 വർഷമായി ഞാനും ഭാര്യയുമായിട്ട് ബന്ധം. 1.5 വർഷം കഴിഞ്ഞ് 2 വർഷത്തോളം അടുത്ത ബന്ധം ഒഴിഞ്ഞിട്ട്. ബന്ധം ഒഴിയുന്ന സമയത്ത് അവരുടെ പേരിൽ എനിക്കുള്ള വീട് സ്ഥലം ഉണ്ടായിരുന്നു, കുഞ്ഞ് മരിച്ച വീട്. അതെഴുതി 2 പിള്ളേരെയും പേര് തുല്യമായിട്ട് വെച്ച്. അപ്പുറത്ത് സാർ വേലിട്ടിക്കുന്ന വസ്തു ഉണ്ടായിരുന്നല്ലോ, അത് എൻ്റെ അമ്മ എനിക്ക് തന്ന ഓഹരിയ. അത് വിറ്റ പൈസയും ഒക്കെ കൊടുത്ത്. പിന്നെ 2 വണ്ടി ഉണ്ടായിരുന്നു ഇതിനകത്ത്, അതെല്ലാം രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഒരു ജോഡ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ നാൾ കൊള്ളത്തില്ല, അതുകൊണ്ട് എൻ്റെ പേര് വണ്ടിയൊന്നും എടുക്കരുത്. അങ്ങനെ എല്ലാം അവിടെ പേരിലാണ്. ബന്ധം ഒഴിയുന്ന സമയത്ത് എൻ്റെ ബൈക്ക് പോലും എനിക്ക് തരാതെ അവൾ അതും കൊടുത്ത് രജിസ്റ്റർ എന്നുള്ള അവർക്ക് എന്തും ചെയ്യാം, അതും കൊടുത്ത് കാശ് മേടിച്ചു. അതുപോലെ തന്നെ ഇവർ സിമ്മുകൾ ഫോൺ ഉപയോഗിക്കും. പലരുടെ പേരിലെടുത്തിരിക്കുന്ന ഈ സിമ്മുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഈ കുട്ടി മരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ചെന്ന് കണ്ടു. കുട്ടി മരിച്ചെന്നിരിക്കട്ടെ, പക്ഷെ അതിനൊരു കാരണം, ആ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇതുവരെ നമ്മുടെ പോലീസ് അധികാരികൾക്കോ മറ്റൊന്നും സാധിച്ചിട്ടില്ല. അവരതിനുള്ള ശ്രമവും നടക്കുന്നില്ല. ഈ 13 വയസ്സുള്ള കൊച്ചൻ ചാവണമെങ്കിൽ തീർച്ചയായിട്ടും കൊലപാതകം തന്നെയാണ്. അഥവാ അവൻ തൂങ്ങിയെങ്കിൽ ആ തൂങ്ങുന്നതിന് വളരെ വ്യക്തമായ കാരണം ഇവനെ മാനസികമായിട്ട് ഈ അമ്മൂമ്മ തള്ളയും പ്രേരിപ്പിച്ചത് കൊണ്ടായിരിക്കാം തൂങ്ങിയത്. ഈ 2 സ്ത്രീകൾക്കും ഇവരുടെ ഡ്രൈവർക്കും ഇവരുടെ പണത്തിന്റെ സ്വാധീനത്തിൽ വഴങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഇതൊരു ആത്മഹത്യയായി കാണാൻ താല്പര്യം. ഇവർ അവിഹിത ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവിഹിത ബന്ധത്തിൽ ഏതൊരു പുരുഷനായാലും ശരി, അവിഹിത ബന്ധമുള്ള സ്ത്രീ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടി കണ്ണടയ്ക്കും. അതേ ഇതിനകത്ത് നടക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇവർ വ്യക്തമായിട്ട് പറയാം, ഇവരുടെ പിന്നിൽ കോടികൾ ഇട്ടെറിയാൻ ആളുണ്ട്. ഞാൻ ഗൾഫിൽ ജോലി ഉപേക്ഷിക്കുന്ന കാരണക്കാരി എൻ്റെ കൂട്ടുകാർ പറയും, നിൻ്റെ അമ്മയും എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ട് വന്നേ ഉള്ളൂ എന്നുള്ളത്. നമുക്കൊരു ചെറുപ്പക്കാരനില്ല, മിശമിച്ചാൽ എത്ര നാൾ ജോലി, അത് കളഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് അവർക്ക് പോലും അറിയാം, നിഷയ്ക്ക് അറിവുള്ള കാര്യം. ഇവരവിടെയും ഇവരുടെ സ്വഭാവം ശരിയില്ല. എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി ജോലി ഉണ്ട്, സ്വകാര്യ യൂണിവേഴ്സിറ്റി മുന്നിൽ ഒമാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ നിന്ന് ഒരു 80-85 രൂപ പുറത്ത് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. എനിക്ക് കൊടുക്കാനുള്ള എല്ലാം അവർക്ക് കൊടുത്ത് സന്തോഷമായിട്ട് ഞാൻ അവിടുന്ന്
ഒരു ഷർട്ടും ഒരു കൈലിയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ശൂനാട് സ്റ്റേഷനിൽ ആരോടൊന്നും ഒരു പോലീസുകാരൻ വന്നു. എൻ്റെ പേര് ഇഞ്ചക്ഷൻ ഓർഡറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. എന്നിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇവൾക്കൊരു ആത്മഹത്യ പ്രവർത്തകൾ പിന്നെ 2 പ്രാവശ്യം കൈയടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിച്ച് അവിടെ ചെന്നിട്ട് വേണം ഇവൾ എന്തെങ്കിലും ചെയ്തിട്ട് പറയും ഞാൻ ചെയ്താന്ന് പറഞ്ഞ് ശൂനാട് സ്റ്റേഷനിൽ ചെന്ന് ഒരു പോലീസുകാരനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് എൻ്റെ പാസ്പോർട്ട്, ID കാർഡ്, ആധാർ കാർഡ്, ഈ സാധനം എല്ലാം എടുത്ത് ഞാൻ പോരും. അതിന് ശേഷം ഞാൻ മാസത്തിൽ 1 വട്ടമോ 2 വട്ടമോ പിള്ളേരെ കാണാൻ അവിടെ ചെല്ലുമായിരുന്നു. ചൂനാട് പോലീസിന്റെ ഒറ്റ ഒത്താശയോടുകൂടിയാണ് അവർ ഈ വീടിൻ്റെ അവർ താമസം മാറി പോയിരിക്കുകയാണ്. 8 ദിവസം കൊണ്ട് അവർ വിടില്ല. ഈ പിന്നെ കുട്ടിയുടെ ഇപ്പം 2 കുട്ടികളെ വിവാഹബന്ധ സമയത്ത് പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ കാണാനുള്ള അവരുടെ ഉത്തരവുണ്ട്, കോടതിയുടെ ഉത്തരവുകളാണ്, കാണാനുള്ള അവകാശം ഈ അച്ഛനുണ്ട്. പക്ഷേ ആ 2 കുട്ടികളെ ഏൽപ്പിച്ചിരുന്നത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ 2 കുട്ടികളെ നോക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്നിട്ട് ഇന്നിപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ. അമ്മൂമ്മ പറയുന്ന കേൾക്കുന്ന ഒരു അമ്മയാണോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മയെന്ന് പറയുന്നതിന് നമുക്ക് സംശയമുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ തന്നെ നമ്മുടെ ഒരു ആക്ഷൻ കൗൺസിൽ അംഗത്തിനോട് തന്നെ ഇവർ പറഞ്ഞു, ഈ നിഷാറാണി എന്ന് പറഞ്ഞ മാതാവ് പറഞ്ഞേക്കുന്നത് അവർക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ കല്യാണത്തിന് കഴിക്കണമെങ്കിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ 2നെയും ബോർഡിങ്ങിലാക്കി കഴിഞ്ഞിട്ട് കുട്ടികളുടെ പേര് പൈസയൊക്കെ ഇടാം. പിന്നെ നാളെ ഈ കുട്ടികളുടെ അമ്മയായിട്ട് എൻ്റെ കൂടെ പറ്റത്തില്ല, എൻ്റെ മകളുടെ അമ്മയായിട്ട് വേണം വരാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പരമായ സംശയം ഈ ഒരു വിഷയം ഒതുക്കി തീർത്ത് 10-50 ലക്ഷം രൂപയ്ക്ക് ഒതുക്കി തീർത്തിട്ട് തള്ളയും മോളയും കൂടെ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ അറിയേണ്ടുന്നത് കുഞ്ഞ് ആത്മഹത്യ ചെയ്തതാണെന്ന് അവർ പറയുന്നു. നമ്മളത് വിശ്വസിക്കാൻ അത്ര മണ്ടരല്ല ഈശ്വരനാട്ടുകാർ. കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞ ഒരമ്മ ആ ബോഡി കാണാൻ ശ്രമിക്കത്തില്ലേ? എൻ്റെ ചോദ്യം അതാ. ഞാനൊരു അമ്മയാണ്, 2 മക്കളുടെ അമ്മയാണ്. ആ കുഞ്ഞിൻ്റെ ബോഡി, എൻ്റെ കുഞ്ഞ് മരിച്ചു, ഞാൻ പോയതിന് ശേഷം മരിച്ചു എന്ന് എൻ്റെ അമ്മ പറയുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ബോഡി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ലേ? ഏതൊരമ്മ ആഗ്രഹിക്കും? പ്രസവിച്ച അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കും. എൻ്റെ കയ്യിൽ തെറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ കുഞ്ഞിനെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് വാശി പിടിക്കും. അതിനുശേഷം മോർച്ചറി മാറ്റത്തുള്ളൂ. ആണോ അല്ലയോ? മോർച്ചറി മാറ്റിയില്ല. കുഞ്ഞിനെ അവിടെ പുറത്തിട്ടേക്കുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാം. അത് ആ കൊണ്ടുചെന്ന കാറിൽ തന്നെ ഇവള് കയറി അവിടെ അമ്മയെല്ലാം കൊണ്ടിങ്ങി പോരുന്നു. ഏതൊരു ചെറിയൊരു അടിക്കേസ് ഉണ്ടായാലും ആ വീട്ടിലെ മൊത്തം ഫോണും പോലീസുകാരെടുത്തുകൊണ്ട് പോകും. എന്തുകൊണ്ട് ഇവരുടെ ഫോൺ എടുക്കുന്നില്ല? 7-8 ഫോണുണ്ട്, പല പേരിലുള്ള പലരുടെ പേരിലുള്ള സിമ്മ, അല്ല ഇവരുടെ പേരിലൊന്നും അല്ല. ഇതൊന്നും പോലീസുകാർ കൊണ്ടുപോകുന്നില്ല. കാറുണ്ട്, 2 വീലറുണ്ട്, ആക്റ്റീവയുണ്ട്. ആ കാറിലാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നത്. 2 സൈക്കിളും ഉണ്ട്. ഇപ്പം 2 സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി വണ്ടികളൊന്നും ആ വീട്ടിലില്ല. ആ വണ്ടി എവിടെ പോയെന്നൊന്ന് അന്വേഷിക്കണമെന്ന് പോലീസുകാരോട് അന്നോട്ട് ഞങ്ങൾ പറയുന്നു. തന്റെ എല്ലാ പ്രതീക്ഷയുമായിരുന്ന മക്കളിൽ ഒന്നിനെയാണ് ഈ അച്ഛന് നഷ്ടമായിരിക്കുന്നത്. തന്റെ മകന്റെ ആത്മാവിന്റെ നീതിക്ക് വേണ്ടി ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയാണെങ്കിലും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഈ കേസ് തെളിയിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അനന്തുവിന്റെ അച്ഛനും നാട്ടുകാരും. ഞങ്ങൾ ഇനി ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്കും ഇതിന് എവിടെല്ലാം കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ബാലാവകാശ കമ്മീഷനും കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ കൊടുക്കും. ഞങ്ങളിനി പുറത്തോട്ട് പോകുന്ന ഒരു വിഷയമില്ല. ഞങ്ങൾക്ക് മരിച്ച കൊച്ചൻ അത് തിരിച്ചു വരത്തില്ലെന്നറിയാം. എങ്കിലും ഈ 13, 10, 12 വയസ്സുള്ള കൊച്ചുങ്ങൾക്ക് തള്ളമാരിങ്ങനെ പെശകായാൽ ഇനി ഇതുപോലൊരു മരണം സംഭവിക്കരുത്. ഇതിൻ്റെ കാരണം ആ കൊച്ചൻ സ്വയം മരിച്ചതാണെങ്കിലും അതിനൊരു കാരണമുണ്ടല്ലോ. ഒന്ന് അമ്മമ്മ അടിച്ചതായിരിക്കും, അല്ലെങ്കിൽ പള്ളു പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ തള്ളയുടെ നടപടി പശു കൊണ്ട് പറ്റിയതായിരിക്കും. ഏതായാലും ഈ കൊച്ചൻ സ്വയം മരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ബാലാവകാശ കമ്മീഷനും പരാതി കൊടുക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോ പടിപടിയായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാണ്. എന്തായാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യോഗം കൂടുകയും ഈ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ തന്നെ കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് വാശി പിടിച്ച കുഞ്ഞിനെ ദഹിപ്പിക്കാഞ്ഞത് ഞങ്ങൾക്കറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന്. പയ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അന്തിമ വിധി വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ വീട്ടുകാരും നാട്ടുകാരെല്ലാം ബന്ധപ്പെട്ട് റീപോസ്റ്റ്മോർട്ടം ചെയ്യിച്ചിരിക്കും. അവനൊരിക്കലും ആത്മഹത്യ ചെയ്തെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനിലും അതുപോലെ തന്നെ ബഹുമാനായ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും DGPക്കും ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തുടർന്ന് നിവേദനം നൽകുകയും അന്വേഷണം കാര്യക്ഷമമായി നടക്കാത്ത പക്ഷം വലിയ ബഹുജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ജനപ്രതിനിധികളും യോജിച്ച് ഈ നാട്ടിലെ എല്ലാ ആളുകളും ജാതിമത ചിന്തകൾക്ക് അതീതമായി, കാരണം അത്രയ്ക്ക് പ്രിയങ്കരനായ ഒരു കുട്ടിയായിരുന്നു ഈ നാട്ടിൽ എല്ലാവർക്കും. മാത്രമല്ല ഈ ഇളയ കുട്ടിയുടെ കാര്യവും, ഈ കുട്ടികളെ 2നെയും അവർ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞാണ് ഇവർ ബന്ധം പിരിയുമ്പോൾ ഏറ്റെടുത്തത്. എന്നാൽ മൂത്ത കുട്ടിയുടെ സംരക്ഷണം അവർക്ക് നടന്നില്ല. തീർച്ചയായും ഇളയ കുട്ടിയെ അവർ ഒഴിവാക്കും. കാരണം ഈ അമ്മയുടെ വിവാഹം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നാട്ടിലാകെ പറയുന്നത്. ഇളയ കുട്ടിയും കൂടി ഇവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് അതിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടുന്ന നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഇപ്പം മൂത്തനെ ഒക്കെ വളർത്താൻ കൊടുത്തില്ല, വളർത്തിയിട്ട്
കൊന്ന അവൻ്റെ കയ്യിൽ തന്നു. ഇനി ഇളയന് അവിടെ സംരക്ഷണം വെച്ചാൽ കൊല്ലത്തിലെന്ത് ഉറപ്പെന്ത്? ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ആകെപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഈ ഷൂരിനെ കേരളത്തിൽ ഒരു സെൻറ്റ് വസ്തു പോലില്ല, ഉള്ളതെല്ലാം എഴുതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ളതെല്ലാം വിറ്റും പറക്കി കാശ് കൊടുക്കും. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശ് ഇത് മൊത്തം രേഖയുള്ളതാണ്. 1 രൂപ പോലും എൻ്റെ അമ്മയുടെ അച്ഛനും പേരിലല്ല അയച്ചു, അവിടെ പേരിൽ അയച്ചത്. മൊത്തം രേഖകളുണ്ട്, കഷ്ടപ്പെട്ടത് മൊത്തം. ഇനിയിപ്പോൾ ആകെപ്പാട് ഉണ്ടെങ്കിൽ ഇത് മാത്രമേ, ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ജീവിതത്തിലൊന്നും സമ്പാദിച്ചു, ബാക്കി സമ്പാദിച്ച് മൊത്തം അവർക്ക് ജീവിക്കാൻ കൊടുത്തിട്ട് അവിടെ നിന്ന്. ഇനിയിപ്പോൾ ആകെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ രക്തത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞ്, അവനോട് പോയാൽ പിന്നെ ജീവിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ ഈ ഇളയ കുഞ്ഞിനെ മോനോടെ പറയാൻ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുക. ഇനി എവിടെ നിർത്താനുള്ള ഒരു അർഹത ഉണ്ടാവരുത്. ഈ തന്തയ്ക്കും തള്ളയ്ക്കും കൊടുത്തില്ലേലും ഞങ്ങളെ 2 പേര് വളർത്തിക്കോളാം. തെണ്ടി വരുന്ന ഒരു അപ്പൂപ്പനും ഞാനും ഉണ്ട്. കുഞ്ഞിൻ്റെ മരണം ഈ നിമിഷം വരെ എൻ്റെ തലയിൽ നിന്ന് പെരുപ്പ് മാറിയിട്ടില്ല. എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മണികണ്ഠൻ ഒരിക്കലും സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല, എനിക്കതേ പറയാനുള്ളൂ. ഒരിക്കലും ചെയ്യത്തില്ല. അവനില്ലാതെ ഞാൻ ജീവിക്കുക പോലെ ജീവിച്ച് മരിക്കുക. ആ വാക്ക് ദൈവം അങ്ങേയറ്റം എത്തിച്ചത്. അവനില്ലാതെ എനിക്ക് ജീവിക്കേണ്ട ഒരവസ്ഥ വന്നു മക്കളെ. ഈ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പോലും ഈ ആളുകളെ കണ്ടു കിട്ടിയില്ലെങ്കിൽ മക്കളോട് പറയാൻ എൻ്റെ ഒരു ശവശരീരത്തിന് ചിലപ്പോൾ ഈ നാട്ടുകാരായ മനുഷ്യർക്ക് ഇതുപോലൊന്ന് കൂടേണ്ടി വരും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ ഞാൻ സഹീരൻ്റെ ആളിനെയെങ്കിലും തെളിയാത്ത പക്ഷം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ മിണ്ടാതെ പറയാതെ ഇരിക്കുന്നൊരു ശരിയാ. എല്ലാവരും പറയും മിണ്ടരുത്, പറയരുത്, ശത്രുവാകും. ഈ മിത്രം ആയിട്ട് ഈ നാട്ടിൽ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? തല്ലിക്കൊല്ലട്ടെ ആരെങ്കിലും ഒക്കെ അല്ലേ? നീതി നടപ്പായില്ലെങ്കിൽ എന്തിനാ ഈ പോലീസുകാർ തൊപ്പി ഊരി വെച്ചിട്ട് സലാം പറഞ്ഞ് ഇവർക്കൊക്കെ വീട്ടിൽ പോയിക്കൂടെ? എൻ്റെ ഒരു വിശ്വാസം വെച്ച് നോക്കുകയാണെങ്കിൽ ആത്മാവ് ഒരിക്കലും മരിക്കില്ല. നമ്മുടെ ബോഡിയെ നമ്മളെ വിട്ടു പോകത്തുള്ളൂ. ആത്മാവ് ഒരിക്കലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണോ അവർക്കൊരിക്കലും നീതി കൊടുക്കത്തില്ല. കാരണം അത്ര ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു കുഞ്ഞാ. എവന് വേണ്ടി എവക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവർക്കും പോലും ഗതി പിടിക്കല്ലേ എന്ന് അമ്മ പറയുന്നുണ്ട് മോനെ. അങ്ങനെ പറയുന്നതിൽ പിടിക്കത്തില്ലെന്നല്ല, എങ്കിലും എൻ്റെ മനസാക്ഷി എനിക്ക് അല്ലാതിരിക്കാൻ വയ്യ. സത്യം പുറത്തു കൊണ്ടുവരണം. ഇനി മറ്റൊരു ദുരന്തം ആവർത്തിക്കരുത്. ശേഷം ഇനി നാളെ വൈകുന്നേരം 3:30.